മിഥുനം രാശിക്കാരെ, ഒന്ന് നിൽക്കൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃശ്ചികമല്ല. ഇത് ഒരു യോഗം. ഇത് ഒരു ദൈവീക സന്ദേശം. പ്രപഞ്ചം നിങ്ങളെ ഇവിടേക്ക് നയിച്ചു. കാരണം ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു തിരിവ്, ഒരു വലിയ ഉണർവ്. ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെ നിങ്ങളുടെ ഭാഗ്യം ഇനി ഉണർന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണ്, അല്ലേ? ഒരുപാട് ശ്രമിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ ഫലം കിട്ടിയില്ല. ആളുകൾ തള്ളിമാറ്റി, അവസരങ്ങൾ കൈവിട്ടുപോയി. ഉള്ളിൽ ഒരു വേദന, ഒരു ചോദ്യം: ഞാൻ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? ഇനി എന്ന് മാറും ഈ ജീവിതം? ആ ഉത്തരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു അസാധാരണ നിലയിൽ ചലിക്കുകയാണ്. 150 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രഹസന്ധി ഇപ്പോൾ രൂപപ്പെടുകയാണ്. ഈ ഒരു മാറ്റം, ഈ ഒരു ഗ്രഹനീക്കം മിഥുനം രാശിക്കാരുടെ ജീവിതം തലകീഴ് മറിക്കും. ഒരു നല്ല അർത്ഥത്തിൽ, ഒരു ദൈവീക അർത്ഥത്തിൽ. ഇനി ഈ വീഡിയോ ഒരിക്കലും നടുക്ക് നിർത്തരുത്. കാരണം ഓരോ വാക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. ഗുരു ഭഗവാൻ ഇപ്പോൾ ഒരു പ്രത്യേക രാശിയിൽ ഉറച്ചിരിക്കുകയാണ്. ആ ഉറക്കം ഉണർന്ന് അദ്ദേഹം ചലിക്കാൻ തുടങ്ങുമ്പോൾ ആ ദൃഷ്ടി മിഥുനം രാശിയിൽ പതിക്കും. ഗുരുവിന്റെ ദൃഷ്ടി ഒരു രാശിയിൽ പതിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഒരു കർഷകന്റെ വയലിൽ മഴ പെയ്യുന്നതുപോലെ, ഉണങ്ങിക്കരിഞ്ഞ മണ്ണ് ഒരൊറ്റ മഴയിൽ തഴച്ച് വളരുന്നതുപോലെ. ഗുരുവിന്റെ ഈ ദൃഷ്ടി നിങ്ങളുടെ ജ്ഞാനം, ഭാഗ്യം, വരുമാനം, ബന്ധങ്ങൾ ഇവ എല്ലാം ഒരുമിച്ച് ഉണർത്തും. ഒരൊറ്റ ദൃഷ്ടി, ഒരൊറ്റ നിമിഷം, ജീവിതം മാറും. ഇതോടൊപ്പം ശനി ഭഗവാൻ ഇപ്പോൾ ഒരു സൂക്ഷ്മ നിലയിൽ ചലിക്കുകയാണ്. ശനി ഒരിക്കലും ധൃതിയിൽ ഒന്നും ചെയ്യില്ല. ശനി പതുക്കെ നടക്കും, പക്ഷേ ഉറച്ചു നടക്കും. ശനി ഒരു കർമ്മഗ്രഹമാണ്. നിങ്ങൾ ചെയ്ത ഓരോ നന്മയ്ക്കും, ഓരോ ക്ഷമക്കും, ഓരോ കഷ്ടപ്പാടിനും ഒരു ദിവസം ശനി പ്രതിഫലം നൽകും. ആ ദിവസം ഇപ്പോൾ അടുത്തുവരികയാണ്. ശനി ഇപ്പോൾ നിങ്ങളെ ഒരു തുറിച്ചുനോക്കൽ നിർത്തി ഈ ആൾ അർഹിക്കുന്നു എന്ന് തീർച്ചയാക്കുകയാണ്. അർഹിക്കുന്നവർക്ക് ലഭിക്കും. നിങ്ങൾ അർഹിക്കുന്നു. ഇനി രാഹുവിനെ കുറിച്ച് പറയണം. രാഹു ഒരു ഇരുണ്ട ഗ്രഹമാണ്. പക്ഷേ ആ ഇരുട്ടിൽ ഒരു ദൈവീക ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. രാഹു ഇപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിലൂടെ മിഥുനം രാശിക്കാരെ ബാധിക്കുന്നുണ്ട്. ഈ ബാധ നെഗറ്റീവ് ആയി കാണണ്ട. ഈ ബാധ ഒരു ഉണർത്തൽ, ഒരു ഞെട്ടൽ, ഒരു ദൈവീക ആഘാതം. ആ ഞെട്ടലിലൂടെ, ആ ആഘാതത്തിലൂടെ നിങ്ങൾ ഇത്രനാൾ ഉറക്കത്തിൽ ആയിരുന്ന ഒരു ജ്ഞാനം ഉണരും, ഒരു കഴിവ് ഉണരും, ഒരു ഭാഗ്യം ഉണരും. കേതു ആകട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴമേറിയ ആത്മീയ ചോദ്യം ഉണർത്തുകയാണ്. ഞാൻ ആരാണ്? ഞാൻ എന്തിനാണ് ഇവിടെ? ഈ ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ത്? ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു ദൗർബല്യമല്ല. ഇത് ഒരു ഉണർച്ചയാണ്. ഇത് ഒരു ആത്മജ്ഞാനത്തിന്റെ തുടക്കമാണ്. ഇതെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ, ഒരു ഗ്രഹദിശ തിരിയുമ്പോൾ, ഒരു ഗ്രഹസഞ്ചാരം ഒരു പ്രത്യേക ഭാവത്തിൽ ഉറക്കം ഉണരുമ്പോൾ, മിഥുനം രാശിക്കാർക്ക് ഒരു അദ്ഭുതം ഉണ്ടാകാൻ ആണ് ഈ ആകാശം ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്ന് ആഴത്തിൽ ശ്വാസം എടുക്കൂ. ഈ അടുത്ത ഭാഗം ശ്രദ്ധയോടെ കേൾക്കൂ. ജോലിയെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. ഇക്കാലത്ത് ജോലിയിൽ ഒരു അസ്ഥിരത അനുഭവപ്പെടുന്നുണ്ടോ? ഒരു അനിശ്ചിതത്വം, ഒരു ഇനി എന്ത് എന്ന ഭയം. ആ ഭയം ഇനി മതി. കാരണം ഈ ഇന്ദ്രകാലത്ത് ഗ്രഹദിശ നിങ്ങളുടെ ജോലിക്ക് ഒരു പുതിയ ഊർജം നൽകാൻ പോകുകയാണ്. ഒരുപക്ഷേ ഒരു പ്രൊമോഷൻ, ഒരുപക്ഷേ ഒരു പുതിയ ഉത്തരവാദിത്വം, ഒരുപക്ഷേ ഒരു പുതിയ ജോലി തന്നെ. ഏത് ആയാലും ഒരു കാര്യം ഉറപ്പ്: ഈ ഘട്ടം നിങ്ങളുടെ ജോലി ജീവിതത്തിൽ ഒരു ശുഭദിശ തുറക്കും. ഒരുപക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലും ഒരു ഉപദേശം നൽകിയിരിക്കും, ഒരു ചെറിയ നിർദ്ദേശം. ആ നിർദ്ദേശം നിസ്സാരമായി തള്ളരുത്. അത് ഒരു ദൈവ സന്ദേശമാകാം, ഒരു ഗുരുദൃഷ്ടിയുടെ ഫലമാകാം. ആ വഴിയിൽ ചെല്ലൂ, ആ ദ്വാരം തുറക്കൂ. അത് നിങ്ങൾ ഊഹിക്കുന്നതിലും വലിയ ഒരിടത്തേക്ക് കൊണ്ടുപോകും. ബിസിനസ് ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് ഇത് ഒരു സ്വർണ്ണ കാലമാണ്. ഈ നേരം, ഈ ഗ്രഹബലം ഒരു ബിസിനസ് പൂക്കാൻ ഏറ്റവും അനുയോജ്യമായ ഘട്ടമാണ്. ഇത്രനാൾ മണ്ണിൽ കിടന്ന വിത്ത് ഇനി മുളച്ചുവരും. ഇത്രനാൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം ഇനി ലഭിക്കും. പക്ഷേ ഒരു ജാഗ്രത വേണം. ഇക്കാലത്ത് ആരെങ്കിലും ഒരു പുതിയ കൂട്ടുകെട്ടിന് ക്ഷണിക്കുന്നെങ്കിൽ ആ ആളിനെ നന്നായി പരിശോധിക്കൂ. ഗ്രഹദൃഷ്ടി ശക്തമാകുമ്പോൾ ചില ശത്രുക്കളും ഉണർന്നു വരും. ഇനി പണത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു ഗ്രഹഗതിയിൽ സാമ്പത്തിക നില ഒരു ഉണർവ് അനുഭവിക്കും. ഏതോ ഒരു കടൽ ക്ഷോഭിക്കുന്നതുപോലെ ഏതോ ഒരു ഉള്ളൊഴുക്ക് ഉണ്ടാകും. ഒരു പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്ന് പണം ഒഴുകിവരും. ഒരു കടം തിരിച്ചുകിട്ടിയേക്കാം, ഒരു ബോണസ് ലഭിച്ചേക്കാം, ഒരു ഭൂമി ഇടപാട് ഒത്തുവന്നേക്കാം. ഏത് ആണെങ്കിലും ഈ നേരം ഒരു ശ്വാസം വിടുന്ന നേരം, ഒരു ആശ്വാസം ലഭിക്കുന്ന നേരം. പക്ഷേ ഇനി ഒരു കാര്യം മറക്കരുത്: ഈ ഒഴുകിവരുന്ന സ്വത്ത് കൈകാര്യം ചെയ്യാൻ ജ്ഞാനം വേണം. ഗുരുവിന്റെ ദൃഷ്ടി ഇക്കാലത്ത് ഉള്ളതിനാൽ ജ്ഞാനത്തോടെ ചെലവഴിക്കൂ. ആർഭാടത്തിൽ വലിയ ചെലവ് വേണ്ട. ആ പണം ഭാവിക്കായി ഉപയോഗിക്കൂ. ഇനി ഈ ഒരു ഭാഗം ഒരുപക്ഷേ ഏറ്റവും പ്രധാനമാണ്. ശ്രദ്ധയോടെ കേൾക്കൂ. അടുത്ത 15 ദിവസത്തിൽ 3 കാര്യങ്ങൾ ഉറപ്പായും നടക്കും. ഇത് ഒരു ഊഹമല്ല, ഇത് ഗ്രഹഗണനയുടെ ഫലം.
മുതൽ ഘട്ടം അടുത്ത 7 ദിവസത്തിൽ ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. ആ ആൾ ഒരു ജ്ഞാനി ആകാം, ഒരു ഗുരു ആകാം, ഒരു സ്നേഹിതൻ ആകാം, ഒരു ബന്ധു ആകാം. പക്ഷേ ആ ആൾ നൽകുന്ന ഒരു വാക്ക്, ഒരു ഉപദേശം, ഒരു ആശയം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റും. ആ ആളിനെ തിരിച്ചറിയൂ. ആ ആളിന്റെ വാക്ക് ചെവിക്ക് കൊള്ളൂ. കാരണം ആ ആൾ ഒരു ദൈവദൂതനാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരു ജീവൻ ആയി നിങ്ങളുടെ അടുത്ത് വരുന്ന നേരം. രണ്ടാം ഘട്ടം 7 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ദ്വാരം തുറക്കും. ഒരു ജോലി ദ്വാരം, ഒരു ബിസിനസ് ദ്വാരം, ഒരുപക്ഷേ ഒരു ഫോൺ കോൾ, ഒരുപക്ഷേ ഒരു ഇമെയിൽ, ഒരുപക്ഷേ ഒരു മുഖ്യ കൂടിക്കാഴ്ച. ആ നിമിഷം ആ ദ്വാരം ഒരു ചെറിയ തരത്തിൽ ആണ് തോന്നുക, ഒരു ചെറിയ അവസരം. പക്ഷേ ആ ചെറിയ ദ്വാരത്തിന്റെ ഉള്ളിൽ ഒരു വലിയ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നു. ആ ദ്വാരം ഇടൂ, ഭയപ്പെടരുത്. ഈ ഒരു നേരം, ഈ ഒരു ഘട്ടം ഗ്രഹദൃഷ്ടി ബലം ഉള്ള നേരം. ഈ നേരത്ത് ഇടുന്ന ചുവട് ഒരിക്കലും വൃഥാ ആകില്ല. മൂന്നാം ഘട്ടം, ഇത് ഏറ്റവും ഭാവനാഭരിതമായ ഒരു ഘട്ടം, ഒരു വൈകാരിക ഒരു ഘട്ടം. ഒരു ബന്ധം, ഒരു ബന്ധത്തിന്റെ ഒരു ഉടർ, ഒരു തർക്കം, ഒരു അകൽ ഈ ദിവസങ്ങളിൽ ഒന്ന് ഉലയും. ഒരു ബന്ധം ഒന്നുകിൽ ഒരു ഉറ്റ ബന്ധം ആകും, അല്ലെങ്കിൽ ഒരു ദൂരം ഉണ്ടാകും. ഈ ഉലച്ചലിൽ ഭ്രമിക്കരുത്. ഈ ഉലച്ചൽ ഒരു ശുദ്ധി, ഒരു അരിപ്പ്, ആ ബന്ധം ശ്വസിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കും. ഈ 3 ഘട്ടങ്ങളും, ഈ 3 നിമിഷങ്ങളും ഒരുമിച്ച് ചേർന്ന് ഒരു ദൈവഗ്രന്ഥം എഴുതും. ആ ഗ്രന്ഥം, ആ കഥ മിഥുനം രാശിക്കാർ ഇനി ആഘോഷിക്കും. ഇനി പ്രണയജീവിതം. ആ വേദനിക്കുന്ന ഹൃദയത്തോട് ഒന്ന് സംസാരിക്കണം. ഒരു ബന്ധം ശ്വസിക്കുന്നത്, ഉൾക്കൊള്ളുന്നത് ഒരു ദൈവദാനം. ഇക്കാലത്ത് പ്രണയജീവിതത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും. ഒറ്റയ്ക്ക് ഇരിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഒരു പ്രത്യേക ആൾ ജീവിതത്തിൽ കടന്നുവരാൻ ഉള്ള ഒരു ഭൂമി തയ്യാറാകുകയാണ്. ആ ഭൂമി ഉണ്ടാകണമെങ്കിൽ ഹൃദയം തുറന്നിരിക്കണം. ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കി വെക്കണം. ഒഴിഞ്ഞ ഹൃദയത്തിലേക്കാണ് ഒരു പ്രണയം വരിക. ഇതിനകം ഒരു ബന്ധത്തിൽ ഉള്ളവർക്ക് ഒരു ചെറിയ ഒരു ഇടർച്ച ഉണ്ടായേക്കാം. ഒരു ചെറിയ തർക്കം, ഒരു ചെറിയ മനപ്പൊരുത്തക്കേട്. ആ ഇടർച്ച ഒരു ചതിയല്ല, ആ ഇടർച്ച ഒരു ജ്ഞാനം. ആ നിമിഷം ക്ഷമ ഉള്ളവർ, ആ നിമിഷം ഉൾക്കൊള്ളുന്നവർ, ആ ബന്ധം ഇനി ഒരു വൃക്ഷം ആകും, ഒരു തണലാകും. കല്യാണ ആലോചന ഉള്ള മിഥുനം രാശിക്കാർക്ക് ഈ ഒരു ഗ്രഹബലത്തിൽ ഒരു ശുഭ ആലോചന വരാൻ ഉള്ള ഒരു ദൈവ ഇടവ് ഉണ്ടാകും. ആ ദ്വാരം ഒരിക്കൽ തുറക്കും. ആ ദ്വാരം ഒരു ആഘോഷം ആകും. ഒരൊറ്റ നിബന്ധന ആ ദ്വാരത്തിന്: ഹൃദയം ദൈവത്തിന് ഏൽപ്പിക്കൂ. ദൈവം ഒരിക്കലും ഒരു ആൾക്ക് ഏറ്റവും നല്ലത് ഒഴിവാക്കി കൊടുക്കില്ല. ഇനി കുടുംബജീവിതം. വീടിന്റെ ഉള്ളിൽ ഒരു ഊർജ്ജ മാറ്റം ഇക്കാലത്ത് ഉണ്ടാകും. ഒരുപക്ഷേ ഒരു ചെറിയ ഉലച്ചൽ, ഒരു ഗൃഹതർക്കം, ഒരു ചെറിയ ആശ്ലേഷഭേദം. പക്ഷേ ഇത് ഒരു ദ്രോഹമല്ല, ഇത് ഒരു കഴുക്കൽ. ഗ്രഹദൃഷ്ടി ഒരു ഗൃഹത്തെ ശുദ്ധിക്കും. ആ ശുദ്ധി ഒരുപക്ഷേ ഒരു കണ്ണീർ ആയി വരും. ആ കണ്ണീർ ഒഴുകിക്കഴിഞ്ഞ ശേഷം ആ ഗൃഹം ഒരു ആനന്ദഗൃഹം ആകും. ഒരു ദൈവദർശനം ഉണ്ടാകുന്ന ഒരു ഗൃഹം, ഒരു ദൈവ ഊർജം ഉള്ള ഒരു ഗൃഹം. ആ ഗൃഹം, ആ ഗൃഹക്കാർ ഒരു ആഘോഷം ആകും. ഇനി ആരോഗ്യം. ഇക്കാലത്ത് ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ജാഗ്രത ആവശ്യം. ഗ്രഹഗതി ശക്തമാകുമ്പോൾ ശരീരം ഒരു ക്ഷീണം അനുഭവിക്കും. അത് ഒരു ആന്തരിക ശുദ്ധി. ആ ക്ഷീണം ഒരു ദൈവഭാഷ. ഒന്ന് നിൽക്കൂ, ഒന്ന് ശ്വസിക്കൂ, ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഈ ദിവസങ്ങളിൽ ഉറക്കം ശ്രദ്ധിക്കൂ, ആഹാരക്രമം ശ്രദ്ധിക്കൂ. ഒരു ദിവ്യ ഔഷധം ഉണ്ട്. ആ ഔഷധം ഒരു ജ്ഞാനം, ഒരു ശാന്ത, ഒരു ദൈവഭക്തി. ഇക്കാലത്ത് ദഹനം, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കൂ. ഒരു ചെറിയ ശ്രദ്ധ, ഒരു ചെറിയ ജ്ഞാനം, ആ ദൈവദൃഷ്ടി ആ ക്ഷീണം ഒഴിവാക്കും. ഒരൊറ്റ ദൈവദർശനം, ഒരൊറ്റ ഭക്തി, ഒരൊറ്റ ശ്രദ്ധ, ആ ക്ഷീണം ഒഴിഞ്ഞ് ആ ഊർജം ഉണരും. ഇനി വിദ്യാഭ്യാസം. ഇക്കാലത്ത് പഠിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഒരു ദൈവജ്ഞാനം ഇക്കാലത്ത് ഉണരും. ഒരുപക്ഷേ ഒരു ഉഗ്രഗ്രഹണ ശക്തി, ഒരുപക്ഷേ ഒരു ഗ്രന്ഥദൃഷ്ടി, ഒരുപക്ഷേ ഒരു ഗുരുക്കൾ ഒരു ദൈവ ഉദ്ബോധനം നൽകും. ആ ഉദ്ബോധനം, ആ ജ്ഞാനം, ആ ഊർജം ഒരു ദൈവ ഉണർവ്. ഒരൊറ്റ ദ്വാരം, ഒരൊറ്റ നിമിഷം, ഒരൊറ്റ ദൈവ ഊർജം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ദൈവ ഇടവ് ഉണ്ടാകും. ആ ഇടവ്, ആ ദ്വാരം ഒരു ദൈവ ഉണർവ്. ഭ്രമിക്കരുത്. ഒരൊറ്റ ദൈവദൃഷ്ടി, ഒരൊറ്റ ദൈവജ്ഞാനം, ഒരൊറ്റ ദൈവഭക്തി. ഇനി വിദേശഭാഗ്യം. ഇക്കാലത്ത് ഒരു ദൂരദേശ ആഗ്രഹം ഉള്ള മിഥുനം രാശിക്കാർക്ക് ഒരു ദൈവദ്വാരം തുറക്കാൻ ഗ്രഹദൃഷ്ടി ഒരുക്കം ചെയ്യുകയാണ്. ഒരുപക്ഷേ ഒരു വിദേശ ജോലി, ഒരുപക്ഷേ ഒരു ദൂരദേശ യാത്ര, ഒരുപക്ഷേ ഒരു ദൂരദേശ ഒരൊറ്റ ദൈവ ഇടവ്. ആ ദ്വാരം ഇടൂ. ആ